സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആദ്യം നമുക്ക് ഒരു ദൃശ്യം കാണാം. Gurkirat Singh Dang appears once, twice, 3 times, 4 times in 4 different polling booths in the constituency. The same person, 4 different polling booths. ഗുർകിരത് സിംഗ് ഡാങ് എന്ന വ്യക്തി കർണാടകയിലെ വോട്ടർ പട്ടികയിൽ 4 തവണയുണ്ട്. ഒരേ വിലാസം, ഒരേ ഫോട്ടോ, 4 വ്യത്യസ്ത ബൂത്തുകളിൽ ഇയാൾ വോട്ട് ചെയ്തു. അടുത്തത് ആദിത്യ ശ്രീവാസ്തവ. This is the gentleman called Aditya Srivastava. Yeah, just zoom into the top 2 there. He votes in booth number 458, same person. He votes again in booth number 459, same person. Go down. And then this gentleman goes Karnataka, Uttar Pradesh, Karnataka and Maharashtra. ഇയാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് ചെയ്തു. മറ്റു ചിലരുടെ വീട്ടു നമ്പർ 0 പിതാവിന്റെ പേര് ചില ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. House number 0. You're laughing. There are thousands and thousands of these people. No address, house number 0. Father's name ILSDHFHUG. थोड़े और फादर्स नेम दिखाओ, ये बड़े इंटरेस्टिंग नाम है इनके. DFOIGOIDF फादर्स नेम. ചില ഒറ്റമുറിയുള്ള വീടുകളിൽ 80-ലധികം ആളുകൾ താമസിക്കുന്നു. ഒരു ബിയർ പാർലറിന്റെ വിലാസത്തിൽ താമസിക്കുന്നത് 68 ആളുകൾ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രേഖകൾ പറയുന്നത്. 80 voters live in this house. We sent people to check. They got beaten up. These 80 people live in this house. It's a single story, single room house. Here's another one. Here is 68 voters in a brewery, commercial establishment. Nobody lives there, right? And when we go and ask them, where are these people? Who are these people? Nothing. We don't know. 18 വയസ്സ് പൂർത്തിയായ പുതിയ വോട്ടർമാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഫോം 6 വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടെന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറയുന്നു. There's a lady called Shakun Rani, 70-year-old. First name Shakun, surname Rani. Right? Now, she has no surname, but her first name is Shakun Rani. There she is. That's the slip where she's been signed off as having voted in booth 341. And she's done it twice. Now, we don't know if she's done it or somebody else has done it. അതായത് 70-കാരിയായ ശകുൻ റാണി എന്ന വ്യക്തി ഫോം 6 ഉപയോഗിച്ച് 2 വട്ടം ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിപ്പറ്റി. 2 തവണയും വോട്ടും ചെയ്തു. പുതിയ വോട്ടർമാർക്കുള്ള ഫോം 6 ഉപയോഗിച്ചാണ് ഈ ക്രമക്കേട്. അത് ഓർക്കണം. ഇതുപോലെ ഫോം 6 ഉപയോഗിച്ചവരുടെ വയസ്സുകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാം 70-ന് മുകളിലാണെന്ന് കാണാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. മറ്റു ചിലർക്ക് ഫോട്ടോ ഇല്ല, ചില ഫോട്ടോകൾ വളരെ ചെറുതുമാണ്. ഈ വ്യാജ വോട്ടർമാരെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു എന്നാണ് രേഖകൾ. എന്നാൽ ഇവരെ ഈ വിലാസങ്ങൾ തിരക്കിപ്പോയാൽ അങ്ങനെ ആളുകളില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ഗുരുതരമായ കണ്ടെത്തലാണെന്ന് നോക്കൂ. ഇങ്ങനെ ജനാധിപത്യ ഇന്ത്യയിൽ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പറ്റുമെന്ന് തെളിവ് സഹിതം കാണിച്ചു തന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുകളിൽ വ്യാപകമായി കൃത്രിമം നടക്കുന്നു എന്ന് രാഹുൽ ആരോപിച്ചിരുന്നു. ഇത്തവണ തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡേറ്റ ഉപയോഗിച്ച് തന്നെയാണ് രാഹുൽ ഈ ക്രമക്കേടുകൾ വിശദീകരിച്ചത്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ആ വഴി ഇങ്ങനെയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് നടത്തിയ സർവേയിൽ കർണാടകയിൽ 16 ലോക്സഭാ സീറ്റുകൾ ജയിക്കുമെന്നാണ് വിലയിരുത്തലുണ്ടായത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ജയിച്ചത് വെറും 9 സീറ്റുകളിൽ മാത്രം. 7 സീറ്റുകളിൽ അപ്രതീക്ഷിത തോൽവി പാർട്ടി നേരിട്ടു. ഇക്കാര്യമാണ് വിശദമായി പാർട്ടി അന്വേഷിച്ചതെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എന്തോ ക്രമക്കേട് നടന്നുവെന്ന് മനസ്സിലായി. ഇതോടെ ഈ 7 സീറ്റുകളിൽ ബാംഗ്ലൂർ സെൻട്രലിലെ തോൽവി വിശദമായി പരിശോധിച്ചു. ബാംഗ്ലൂർ സെൻട്രലിലെ മഹാദേവപുര നിയമസഭാ സീറ്റ് മാത്രം എടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുര ഉൾപ്പെടുന്ന ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ BJP ജയിച്ചത് 32,707 വോട്ടുകൾക്കാണ്. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രം BJP പിടിച്ച വോട്ടുകൾ 2,29,632 കോൺഗ്രസ് നേടിയത് 1,15,586 വോട്ടുകളാണ്. അതായത് ഈ നിയമസഭാ സീറ്റിൽ മാത്രം BJP നേടിയ ഭൂരിപക്ഷം 1,14,046 വോട്ടുകളാണ്. ഓർക്കുക, ബാംഗ്ലൂർ സെൻട്രൽ ലോക്സഭാ സീറ്റിലെ ബാക്കി നിയമസഭാ സീറ്റുകളിലെല്ലാം ലീഡ് നേടിയത് കോൺഗ്രസ് ആണ്.
ബാക്കി നിയമസഭാ സീറ്റുകളിലെല്ലാം കൂടി കോൺഗ്രസിന് കിട്ടിയ ലീഡ് 82,000 വോട്ടുകളുമാണ്. അപ്പോഴാണ് മഹാദേവപുരയിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചത്. അതും 1,14,046 വോട്ടിന്റെ ലീഡ്. വിശദമായി അന്വേഷിച്ചപ്പോൾ വോട്ട് മോഷണത്തിന്റെ കൃത്യമായ വഴികൾ കിട്ടി, കണക്ക് കിട്ടി. 5 തരത്തിലാണ് വോട്ട് മോഷണം നടന്നത് എന്നാണ് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ 11,965, വ്യാജവും നിലവിലില്ലാത്തതുമായ അഡ്രസ്സുകളിലെ വോട്ടുകൾ 40,009, ഒരേ വിലാസത്തിലുള്ള നിരവധി വോട്ടുകൾ 10,452, ഫോട്ടോ ഇല്ലാത്ത വോട്ടർ ID ഉപയോഗിച്ചുള്ള വോട്ടുകൾ 4,132. ഫോം 6ന്റെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫോം 6ന്റെ ദുരുപയോഗം, അനധികൃത ഉപയോഗത്തിലൂടെ സൃഷ്ടിച്ച വോട്ടുകൾ 33,692. ഇങ്ങനെ നോക്കുമ്പോൾ മഹാദേവപുര മണ്ഡലത്തിൽ മാത്രം 1,250,000 വോട്ടുകൾ വ്യാജമെന്ന് രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും തെളിയിക്കാൻ കഴിഞ്ഞു. 6 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഉള്ള നിയമസഭാ മണ്ഡലത്തിലാണ് 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ വ്യാജമായത് എന്നുള്ള കാര്യം ഓർക്കണം. അതായത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗുർകിരത് സിംഗ് ഡാങ്ങിനെയും ആദിത്യ ശ്രീവാസ്തവയും പോലുള്ള വീട്ടു നമ്പർ 0-ഉം അച്ഛന്റെ പേര് ഇംഗ്ലീഷ് അക്ഷരങ്ങളും മാത്രമുള്ള 10,000-കണക്കിന് വ്യാജ വോട്ടർമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചെയ്തു. 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ലീഡ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെ BJPക്ക് ഇവിടെ കിട്ടി. ഇങ്ങനെ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം BJP കോൺഗ്രസിൽ നിന്നും ജനങ്ങളിൽ നിന്നും മോഷ്ടിച്ചു എന്നാണ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ആരോപിക്കുന്നത്. ഇതുപോലെ 33,000 വോട്ടിൽ താഴെ ഭൂരിപക്ഷമുള്ള 25 സീറ്റുകളിൽ അട്ടിമറി നടത്തിയാണ് BJP കേന്ദ്രഭരണം കൈപ്പിടിയിൽ ഒതുക്കിയത് എന്ന് രാഹുൽ ഗാന്ധി കാര്യകാരണ സഹിതം വിശദീകരിക്കുന്നു. ഇതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മതമില്ലാതെ ഇത്തരം ക്രമക്കേട് നടത്താൻ പറ്റില്ല എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് രാഹുലും സംഘവും ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. വലിയ സൂക്ഷ്മമായ പരിശോധന വേണ്ടി വന്നിട്ടുണ്ടാകാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സഹകരണങ്ങളെല്ലാം മറികടന്നാണ് രാഹുലും കൂട്ടരും ഇതിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ BJP അവരുടെ സംഘടനാ സംവിധാനവും ഭരണ സ്വാധീനവും ഉപയോഗിച്ച് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ സീറ്റിൽ നിന്ന് മാത്രം 1 ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു. ഇങ്ങനെ 25ഓളം സീറ്റുകൾ ജനഹിതം മറികടന്ന് സ്വന്തമാക്കി. ശക്തമായ സംഘടനാ സംവിധാനം ഇല്ലാത്തതാണ് കോൺഗ്രസിന് വിനയായത് എന്നുള്ള കാര്യം നിസ്സംശയം പറയാം. വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിക്കാൻ കോൺഗ്രസിനോ അവിടെയുള്ള മറ്റ് സംഘടനകൾക്കോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസും പ്രതിപക്ഷവും ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കും എന്നതാണ് നിർണായകം. എന്തായാലും ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി എന്താണ് എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ തുടർ നീക്കവും ജനാധിപത്യ വിശ്വാസികൾ ഉറ്റുനോക്കുകയാണ്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമന്റ് ബോക്സിലുള്ള വാട്സ്ആപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.